ഉറക്കമില്ലെന്നാ തോന്നുന്നത്. എങ്കിലും ഞാൻ എന്റെ വിഷമം കാണിക്കാൻ പാടില്ല ഇപ്പോ. ഹലോ അനി. എടീ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ഉറങ്ങുമായിരുന്നു. അതിനിടയിൽ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാ ഞാൻ ഉണർന്നെ. നിനക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ? നിന്റെ നിശ്ചയമാണ് നാളെ. ഇനിയിപ്പോ ഞാൻ ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ. അങ്ങനെ വന്നപ്പോ ഞാൻ കൃത്യം 10 മണിക്ക് തന്നെ ഉറങ്ങി. ഏയ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. നിന്നെ അത് വിശ്വസിപ്പിക്കണമെന്നൊന്നും എനിക്കില്ല. എടീ, എനിക്കിപ്പോ നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? വേണ്ട. ഞാൻ ഗേറ്റിന്റെ അടുത്തേക്ക് വരാം. നീ ഒന്ന് പുറത്തേക്ക് വന്നാ മതി. പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇന്ന് ഞാൻ ഇറങ്ങി വരില്ല. എടീ, നീ എന്നെ വെറുതെ വാശി പിടിപ്പിക്കല്ലേ? അനി, നിന്നെ ഞാൻ വാശി പിടിപ്പിക്കുന്നതല്ല. നീ എന്നെ വെറുതെ വിഷമിപ്പിക്കരുത്. ശരി, ഒന്നും വേണ്ട. പക്ഷേ എനിക്കിപ്പോ എന്തോ നാട് വിട്ടു പോകാൻ തോന്നുക. നാളത്തെ കാര്യാലേക്കിപ്പോ മരിക്കാനും തോന്നുന്നുണ്ട്. എന്തൊരു വിധിയായത്. എല്ലാവരുടെ കാല് പിടിച്ച് നോക്കിയതാ, എന്നിട്ടും ഒരു രക്ഷയില്ല. ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലുമില്ല. ഹലോ, ആ കേൾക്കുന്നുണ്ട്. ഞാനിനി എന്താടി വേണ്ടത്? നാളെ നീ സന്തോഷത്തോടെ നിശ്ചയത്തിൽ പങ്കെടുക്കണം. മോതിരമാറ്റം നടത്തണം. അതാ നീ ചെയ്യേണ്ടത്. ഗുഡ് നൈറ്റ്. ഹലോ. അവന്റെ അത്ര പോലും എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഇന്ന് മാത്രമല്ല, ഇനി എത്ര ദിവസം ഇതുപോലെ പോകുമെന്ന് എനിക്കറിയില്ല.